ഈ ദിവസങ്ങളിലൊക്കെ കേൾക്കുന്ന ഒരു അലിഗേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ കിറ്റക്സിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ധാരാളം കമ്പനികളുണ്ട്. അന്ന അലുമിനിയം ഉണ്ട്, കിറ്റക്സ് ലിമിറ്റഡ് ഉണ്ട്. പക്ഷേ ഒരു സ്പെസിഫിക്കലി കിറ്റക്സ് ഗാർമെൻസിനെ പ്രത്യേകമായി ടാർഗറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നു. അതിനൊരു കാരണം ശ്രീ സാബു ജേക്കബ് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിൽ മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ടാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവും. സാറിനെ വ്യക്തിപരമായി ഒന്ന് ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിറ്റക്സ് ഒരു ഗാർമെൻസിനെ തന്നെ ഇവർ സ്പെസിഫിക്കലി ഫോക്കസ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞങ്ങൾ 2020 എന്ന പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമായിട്ട് അത് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും അതിനെ ഒരു കൗതുക പൂർവ്വമാണ് അതിനെ കണ്ടത്. പിന്നീട് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങി. അതിന് സാഹചര്യങ്ങൾ അവരുണ്ടാക്കിയതാണ്. ഞങ്ങൾക്കൊരിക്കലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് വരണം, രാഷ്ട്രീയത്തിലേക്ക് വരണം, അങ്ങനെ ഒരു ഉദ്ദേശവും അതിലുണ്ടായിരുന്നില്ല. 2012 ഞാൻ ഈ 2020 പ്രസ്ഥാനം തുടങ്ങുമ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു സ്വപ്നമായിരുന്നു നമ്മുടെ വ്യവസായങ്ങൾ വളർന്നതിനോടൊപ്പം ഈ നാടും വളരണം. ആ ഒരു സ്വപ്നം പൂർത്തിയാക്കുക എന്ന ഒറ്റ ഉദ്ദേശം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അത് വിട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയമോ പഞ്ചായത്ത് ഭരണമോ അസംബ്ലിയിലേക്കുള്ള മത്സരമോ ഇതൊന്നും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല. അപ്പോൾ ഒരിക്കലും അതിയിട്ട് വരണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ നിർബന്ധിച്ച് ഇവരെന്നെ രാഷ്ട്രീയത്തിൽ ഇറക്കി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്ന് ഇവർക്കറിയാം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഞാനാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ വളർന്നു പോയാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർക്കുണ്ടാകും എന്നുള്ളൊരു തോന്നലായിരിക്കാം. അപ്പോൾ എന്നെ ആക്രമിക്കുക, എന്നെ ആക്രമിച്ച് രാഷ്ട്രീയപരമായിട്ട് നേരിടാൻ അവർ നോക്കി. രാഷ്ട്രീയപരമായിട്ട് എന്നെ തോൽപ്പിക്കുക എന്നുള്ളത് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയപ്പോൾ അവർ കണ്ട ഒരു മാർഗമായിരിക്കാം. കാരണം ഇതിൻ്റെയൊക്കെ സോഴ്സ് എൻ്റെ ഈ ഫാക്ടറിയാണ്. അപ്പോൾ ആ സോഴ്സ് ഇല്ലാതെയാക്കിയാൽ തീർച്ചയായിട്ടും ഞാനില്ലാതെയാവും. ഞാനില്ലാതെയായ 2020 ഇല്ലാതെയാവും. അപ്പോൾ അത് ഒരു രാഷ്ട്രീയ അജണ്ടയാണത്.